2020 ആയപ്പോഴാണ് ഞാൻ ക്യാൻസറിൻ്റെ മരുന്ന് എടുത്തിരുന്നു. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നിടത്തോളം എനിക്ക് ഒരിക്കലും കൺസീവ് ആവാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ ഓൺകോളജിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ അത് എന്താ പറയുക, റിസ്ക്കാണ്, റിക്കറൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അമ്മ മാതാവിലും തിരുക്കുമാരനിലും. അങ്ങനെ 2018 ഒക്ടോബറിൽ ഞങ്ങൾ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് എൻ്റെ മെഡിക്കേഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം പഠിച്ചു. 2020 ആയപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ആയി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ 2020 ജാനുവരിയിൽ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതികൾ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷരഹസ്യം ചൊല്ലി അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം ഞാൻ കേട്ടു. അങ്ങനെ ഞാനും തീരുമാനിച്ചു, ഞാനും സന്തോഷരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാം, എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ ഒരുപാട് ഞാൻ അങ്ങനെ അടുത്തിരുന്നില്ല ഉടമ്പടി എടുക്കാനായിട്ട്. അങ്ങനെ ഒരു മെയ് 6 ഞാനൊരു ഡിസിഷൻ എടുത്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്നു, ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു ഇതായിരുന്നു, കുമ്പസാരിക്കാനായിട്ട് പറ്റത്തില്ല, അവിടുത്തെ പള്ളികളെല്ലാം അടച്ചിരുന്നു കോവിഡ് കാരണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഞാൻ നേരിട്ട് എൻ്റെ കർത്താവിനോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയെന്ന്. അങ്ങനെ മെയ് 6 ഞാൻ ഒരുങ്ങി ഉടമ്പടി രജിസ്റ്റർ ചെയ്തു. ഉടമ്പടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ലോകസഞ്ചാരിയാണ് അമ്മ മാതാവ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എനിക്ക് വിത്തിൻ 1 മന്ത് എനിക്ക് കുഞ്ഞിനെ വേണം, എൻ്റെ ഉദരത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനോടുകൂടി 1 സാമുവേൽ 1-ാം അധ്യായവും ലൂക്കോസ് 1-ാം അധ്യായവും ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കൈ കോർത്ത് പിടിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. അങ്ങനെ ഒരു ജൂൺ 1st വീക്കായപ്പോൾ ഞങ്ങളിങ്ങനെ പുലർച്ചെ 3 മണിക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ എനിക്ക് റിയലി ഫീൽ ചെയ്യുമായിരുന്നു, ഞങ്ങൾ താമസിക്കുന്ന ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു.